വാർത്തകൾ തുടരുന്നു. ഉദയകുമാറിന്റെ ഗോപരിപാലനത്തിന് സർക്കാരിന്റെ പറമ്പും പുൽമേടും അപ്രത്യക്ഷമാകുന്ന തീരദേശത്ത് പശുക്കളെ മക്കളെന്ന പോലെ പരിചരിക്കുന്ന ഉദയകുമാറിന് സർക്കാരിന്റെ ആദരം. കയ്പമംഗലം പള്ളിത്താനം പടിഞ്ഞാറ് മുരിക്കുംപുഴ നടീപ്പറമ്പത്ത് കുടുംബക്കാരനായ ഈ യുവാവും ഭാര്യ അംബികയുമാണ് ജില്ലയിലെ ഏറ്റവും നല്ല ക്ഷീരകർഷകനുള്ള ക്ഷീരസഹകാരി അവാർഡിന്റെ തിളക്കത്തിൽ ശ്രദ്ധേയരായത്. 40 പശുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഫാമിനുടമയാണ് ഈ കുടുംബം. വെറ്ററിനറിക്ക് പഠിക്കുന്ന മൂത്ത മകൻ ചന്ദ്രകാന്തും ഗോപരിപാലനത്തിൽ അച്ഛനമ്മമാരുടെ കൂടെ തന്നെയുണ്ട്. 20 കൊല്ലം മുൻപ് 6 നാടൻ പശുക്കളുമായി ആരംഭിച്ച ഫാമിൽ ഇന്ന് ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ, ജേഴ്സി, സിന്ധി, സുനന്ദിനി ബ്രൗൺ തുടങ്ങി നിരവധി ഇനം പശുക്കളുണ്ട്. എന്നാൽ ഗുജറാത്തി സ്വദേശി സഹിവാൾ തന്നെയാണ് ഫാമിലെ താരം. ജില്ലയിലെ ഏറ്റവും നല്ല പശുവിനുള്ള ഇക്കൊല്ലത്തെ അവാർഡ് നേടിയ ഈ കറുമ്പി പശു 43 ലിറ്റർ പാൽ ദിനംപ്രതി നൽകുന്ന കാമധേനുവാണ്. കറവയുള്ള 25 പശുക്കളിൽ നിന്ന് 350 ലിറ്റർ പാലാണ് ദിനം പ്രതി ലഭിക്കുന്നത്. ഇതിൽ 150 ലിറ്റർ വീട്ടിലെത്തുന്ന ആവശ്യക്കാർക്കുള്ളതാണ്. വിൽപ്പന കഴിഞ്ഞ് ബാക്കിയുള്ളത് ആദികേശവപുരം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ എത്തിക്കും. ഫാം അടക്കമുള്ള 1.5 ഏക്കർ പറമ്പിൽ പച്ചപ്പുല്ലും നെല്ലും കൃഷി ചെയ്യുന്നത് കൊണ്ട് പുല്ലിനും വൈക്കോലിനും ക്ഷാമമില്ല. പാലിന്റെ അളവും കൊഴുപ്പും വർദ്ധിപ്പിക്കുന്നതിന് ഉദയകുമാറിന് സ്വന്തമായ ഫോർമുലയുണ്ട്. പരുത്തിപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, ഉഴുന്ന് തവിട്, സോയാബീൻ തവിട്, കപ്പപ്പൊടി, ചോളപ്പൊടി എന്നിവ സമം ശുദ്ധജലത്തിൽ കലക്കി കൊടുക്കുകയാണ്. ഇതോടൊപ്പം വെള്ളം, പുല്ല്, വൈക്കോൽ എന്നിവ ആവശ്യാനുസരണം നൽകും. സിമന്റ് തറയിൽ നിൽക്കുന്ന പശുക്കൾക്ക് തണുപ്പ് കാരണം ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ റബ്ബർ മാറ്റുകൾ വിരിച്ചിട്ടുണ്ട്. മുകളിലെ ചൂട് ക്രമീകരിക്കാൻ ഫാനുകളും ഉണ്ട്. 4 ജോലിക്കാർ ഇടതടവില്ലാതെ പണിയെടുക്കുന്ന ഫാമിൽ പാൽ കറക്കുന്നതിന് യന്ത്രം ഉപയോഗിക്കുന്നു. പശു വളർത്തൽ നഷ്ടത്തിലായിരുന്ന കാലത്തും ഇവയോടുള്ള സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടാണ് ഫാം നടത്തിയിരുന്നതെന്നും ഉദയകുമാർ പറയുന്നു. ക്ഷീരസഹകാരി അവാർഡ് നമ്മൾക്കാണ് കിട്ടിയത്. ഇവിടെ സഹിവാളുണ്ട്, ജേഴ്സി ഉണ്ട്, സിന്ധി ഉണ്ട്, പിന്നെ HF ഉണ്ട്, സുനന്ദിനി, സിസ് ബ്രൗൺ, മൊത്തം 40 പശുക്കളുണ്ട്. അത് 25 എണ്ണം കറക്കണതാണ്. അവിടെ ഒരു ദിവസം ഞങ്ങൾ 200 ലിറ്റർ താഴെയിട്ട് പാലളക്കുന്നുണ്ട്. മൊത്തം ഞങ്ങൾക്കൊരു 350 ലിറ്റർ പാല് പെർ ഡേ കിട്ടുന്നുണ്ട്. 150 ലിറ്റർ പാലിൽ കൂടുതലായിട്ട് ഞങ്ങൾ പുറത്തേക്ക് വിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് ചെറുപ്പം മുതലേ ഞങ്ങളുടെ കുടുംബത്ത് ഇത് 3-4 പശുക്കളൊക്കെ ആയിട്ട് കാരണന്മാർ തുടങ്ങി വെച്ചാണ്. ആ പാത പിന്തുടർന്ന് നമ്മൾ ഒന്ന് വിപുലീകരിച്ച് തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് വരുമാനത്തിന്റെ 1/3 ലാഭം തന്നെ. ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീരസഹകാരി അവാർഡ് കൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ മികച്ച ക്ഷീര കർഷക അവാർഡും ജില്ലയിലെ ഏറ്റവും നല്ല പശു, എരുമ എന്നിവയ്ക്കുള്ള അവാർഡുകളും ഈ വർഷം ഇവരെ തേടിയെത്തി. കൊടുങ്ങല്ലൂരിൽ നടന്ന നിറവ് മൃഗസംരക്ഷണ മേളയിലും ഉദയകുമാർ ആദരിക്കപ്പെട്ടു. നാളിതുവരെ സർക്കാരിന്റെ ഒരാനുകൂല്യവും കൈപ്പറ്റിയിട്ടില്ലെന്നും കഴിയുന്നത്ര കാലം ഈ മിണ്ടാപ്രാണികളെ സംരക്ഷിക്കുമെന്നും ഉദയകുമാർ ഉറപ്പു പറയുന്നു. പെരിഞ്ഞനം ശ്രീ പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. രാവിലെ ശ്രീഭൂതബലി, ശീവേലി, സ്പെഷ്യൽ പഞ്ചാരിമേളം എന്നിവ നടന്നു. വൈകിട്ട് നടന്ന കാഴ്ചശീവേലിയിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പാണ്ഡിമേളവും ഉണ്ടായിരുന്നു. രാത്രിയിൽ കൽപ്പാത്തി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ തായമ്പക, ഏകാദശി വിളക്ക്, സ്പെഷ്യൽ പഞ്ചവാദ്യം, ദ്വാദശി സമർപ്പണം, പള്ളിവേട്ട, താലം വരവ് എന്നിവ നടന്നു.
തിരുവഞ്ചൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. വൈകിട്ട് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും 19-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വക പട്ടും താലിയും സമർപ്പണവും നടന്നു. അതിനെന്തെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നു നേരത്തെ പോകുമ്പോഴേക്ക് പിടിച്ചോടാ അറിയില്ല. തിരുവനന്തപുരത്ത് SSF നേതാവായ നായിബ് വാരിദിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് SYS SSF കയ്പമംഗലം മേഖലാ കമ്മിറ്റി പ്രവർത്തകർ പ്രകടനം നടത്തി. ഹംസ സഖാഫി, നൌഷാദ് മൂന്നുപിടിക, മുഫ്തിക്കർ അഹമ്മദ്, റഫീഖ് ലത്തീഫി, സിറാജുദ്ദീൻ സഖാഫി എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. ആവശ്യത്തിന് തിരുമറി ചെയ്യും. ചന്ദ്രാപിന്നി തെച്ചിക്കാവ് അയ്യപ്പൻകാവ് ക്ഷേത്രോത്സവം ഫെബ്രുവരി 22 മുതൽ 27 വരെ തീയതികളിൽ നടക്കും. 22-ന് വൈകിട്ട് 6:30-ന് ദീപാരാധന, 8:30-ന് നൃത്തപരിപാടികൾ, 23-ന് രാത്രി 7:15-ന് തിരുവാതിരക്കളി, തുടർന്ന് ഓട്ടൻതുള്ളൽ, 24-ന് രാത്രി 8-ന് ബാലെ, 25-ന് രാത്രി 7-ന് കഥകളി, 26-ന് അയ്യപ്പൻ തീയാട്ട്, 27-ന് രാവിലെ ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, 11:30-ന് പ്രസാദ ഊട്ട്, ഉച്ചതിരിഞ്ഞ് 3 മുതൽ കാഴ്ചശിവേലി, രാത്രി 8-ന് നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും എന്നിവ ഉണ്ടാകും. കയ്പമംഗലം ബോർഡിന് കിഴക്ക് പുത്തൂര് വിഷ്ണുമായ കാളി ക്ഷേത്രത്തിലെ കളംപാട്ടുത്സവം ഫെബ്രുവരി 22, 23 തീയതികളിൽ നടക്കും. 22-ന് 9-ന് കലശാഭിഷേകം, തുടർന്ന് കളമെഴുത്തും പാട്ടും, 3 മുതൽ മുത്തപ്പന് കളം, 6:30-ന് ദീപാരാധന, 10-ന് കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, 23-ന് 10-ന് കരീംകുട്ടി സ്വാമിക്ക് കളം, 3-ന് മുത്തപ്പന്മാർക്ക് കളം, 6:30-ന് ദീപാരാധന, നടയിൽ പറയെടുപ്പ്, 10-ന് കളമെഴുത്തും പാട്ടും എന്നിവ ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും.
സംയുക്ത ട്രേഡ് യൂണിയനുകൾ ദേശവ്യാപകമായി നടത്തുന്ന 48 മണിക്കൂർ പണിമുടക്ക് തീരദേശത്ത് പൂർണ്ണം. തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാട്ടൂർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഉദയകുമാറിന്റെ ഗോപരിപാലനത്തിന് സർക്കാരിന്റെ ആദരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.